കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി ലബോറട്ടറി മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്, ക്ലിനിക്കൽ പതോളജി. ക്ലിനിക്കൽ പതോളജി എന്നാൽ എന്ത്, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങൾ ഏവ എന്നുള്ളവ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഡിസ്കസ് ചെയ്തതാണ്. ക്ലിനിക്കൽ പതോളജിയിലെ ഒന്നാമത്തെ പാഠഭാഗമായ യൂറിൻ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂറിൻ അനാലിസിസ് സാർവത്രികമായിട്ട് എല്ലാ മെഡിക്കൽ ലബോറട്ടറികളിലും ചെയ്യുന്ന ടെസ്റ്റാണ്. യൂറിൻ സ്പെസിമിന്റെ പ്രത്യേകത നമുക്കറിയാം. ഏറ്റവും ഈസിയായി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാവിധ മാറ്റങ്ങളും മെറ്റബോളിക് ചേഞ്ചുകൾ കൃത്യമായിട്ട് യൂറിനിൽ പ്രതിഫലിക്കാറുണ്ട്. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനാബോളിസവും കാറ്റബോളിസവും ഉൾപ്പെടുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന നേരിയ മാറ്റം പോലും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കാം. ആയതിനാൽ അപ്രകാരമുള്ള എല്ലാ മാറ്റങ്ങളും നമുക്ക് യൂറിൻ അനാലിസിസ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. ടെസ്റ്റുകളുടെ സങ്കീർണത കുറവും ലഭിക്കുന്ന ഇൻഫർമേഷന്റെ കൂടുതലും കൊണ്ട് യൂറിൻ അനാലിസിസ് വളരെ പ്രാധാന്യമേറിയ ഒന്നായി മാറിയിരിക്കുകയാണ്. യൂറിന്റെ ഫോർമേഷനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. യൂറിൻ ഫോം ചെയ്യുന്നത് കിഡ്നികളിലാണ്. 2 കിഡ്നികളാണ് യൂറിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. കിഡ്നികളിൽ കാണപ്പെടുന്ന നെഫ്രോൺ എന്ന് പറയുന്ന യൂണിറ്റുകൾ, അതിന്റെ ഫങ്ഷണൽ യൂണിറ്റുകളാണ് നെഫ്രോണുകൾ, നാം പഠിച്ചതാണ്. ആ നെഫ്രോണുകളിൽ നടക്കുന്ന 3 പ്രവർത്തനങ്ങൾ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ, ഈ 3 പ്രവർത്തനങ്ങൾ വഴിയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ പരമാവധി പുറന്തള്ളുക, ആവശ്യമുള്ള വസ്തുക്കളെ പരമാവധി ശേഖരിച്ച് നിർത്തുക എന്നുള്ളതാണ് യൂറിൻ ഫോർമേഷനിൽ കൂടി നടപ്പാകുന്നത്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും ആ മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം പുറന്തള്ളേണ്ടതാണ്. ആ പുറന്തള്ളലൊക്കെ നടക്കുന്നത് പ്രധാനമായിട്ടും യൂറിനിൽ കൂടിയാണ്. അതുപോലെ പല വിഷവസ്തുക്കളും, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ, ടോക്സിക് സബ്സ്റ്റൻസസ്, അവയുടെ പുറന്തള്ളലും കൂടുതലായി നടക്കുന്നത് യൂറിനിൽ കൂടിയാണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഫലമായി ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ രക്തത്തിലേക്ക് എത്തുകയും രക്തത്തിൽ നിന്ന് അവ യൂറിനിൽ കൂടി പുറന്തള്ളപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ 3 പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക: ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. ഇവ വഴിയാണ് ശരീരത്തിൽ യൂറിൻ നിർമ്മിക്കപ്പെടുന്നത്. യൂറിൻ അനാലിസിസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് നോക്കാം. എന്തെല്ലാം രോഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവ സഹായിക്കും എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കിഡ്നി ഡിസീസസ്, കിഡ്നി അഥവാ വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങൾ, നെഫ്രോസിസ്, നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിസ്, റീനൽ കാൽക്കുലേ അഥവാ കിഡ്നി സ്റ്റോൺസ്. ഈ തരത്തിലുള്ള രോഗങ്ങളുടെ എല്ലാം ഡയഗ്നോസിസിന് ഏറ്റവും അനുയോജ്യമായ സ്പെസിമെൻ എന്ന് പറയുന്നത് യൂറിനാണ്. രണ്ടാമത്തത് ലിവർ ഡിസീസുകളാണ്. ലിവറിലുണ്ടാകുന്ന പല രോഗങ്ങളുടെയും പ്രതിഫലനം നമുക്ക് യൂറിനിൽ കൂടി കാണാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഹെപ്പറ്റൈറ്റിസ് വഴി ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം, ജോണ്ടിസ് എന്ന് പറയുന്ന ആ അവസ്ഥ, അത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഒരു സ്പെസിമെൻ ആണ് യൂറിൻ. മൂന്നാമതായി മെറ്റബോളിക് ഡിസോർഡേഴ്സ്. മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇൻബോൺ ആയിട്ട് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ഉണ്ടാകുന്ന മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്. പിന്നീട് നമ്മൾക്ക് വീണ്ടും നമ്മളുടെ ജീവിത കാലഘട്ടത്തിൽ ഏതെങ്കിലും സമയത്ത് പിടിപെടുന്ന മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇവയുടെ എല്ലാം പ്രതിഫലനം നമുക്ക് യൂറിനിൽ കൂടി കാണാനായിട്ട് സാധിക്കുന്നു. നാലാമത്തതായിട്ട് യൂറിനറി ട്രാക്ട് ഡിസീസസ്.
യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അഥവാ UTI എന്നതിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ യൂറിനറി ട്രാക്ട് രോഗങ്ങൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറിൻ സ്പെസിമെൻ ഉപയോഗപ്പെടുത്തുന്നു. എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്. എൻഡോക്രൈൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ അന്തഃസ്രാവി ഗ്രന്ഥികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഡയബറ്റിസ് മെലിറ്റസ്. അത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ, അതായത് പാൻക്രിയാസ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഡയബറ്റിസ് മെലിറ്റസ് ഡയഗ്നോസിസിനും നമുക്ക് യൂറിൻ സ്പെസിമെൻ ഉപയോഗിക്കാൻ പറ്റും. മറ്റൊന്ന് ഡ്രഗ് ഓവർഡോസ്. ഏതെങ്കിലും മരുന്നുകൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവശിഷ്ടങ്ങൾ യൂറിനിൽ കൂടിയാണ് പുറത്തേക്ക് പോവുക. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ യൂറിൻ അനാലിസിസ് സഹായിക്കുന്നു. പോയിസണിങ്, പല രീതിയിലുള്ള പോയിസണിങ്, ടോക്സിക് കെമിക്കൽസ് ഉപയോഗിച്ച്, അതല്ലെങ്കിൽ കീടനാശിനികൾ പോലുള്ള പോയിസൺസ്, അതും അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് പോലുള്ള പോയിസണിങ്, ആ രീതിയിലുള്ള പോയിസൺസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും യൂറിൻ അനാലിസിസ് സഹായിക്കുന്നു. അവസാനമായിട്ട് പാരസൈറ്റിക് ഡിസീസുകൾ. ചില പാരസൈറ്റുകൾ അവയുടെ ലാർവയും അതുപോലെ തന്നെ എഗ്ഗുമെല്ലാം യൂറിനിൽ കൂടി വിസർജിക്കാറുണ്ട്. അപ്പൊ അത്തരം പാരസൈറ്റിക് രോഗങ്ങൾ കണ്ടുപിടിക്കാനും നമ്മൾ യൂറിൻ അനാലിസിസ് ഉപയോഗപ്പെടുത്തുന്നു. ഇനി യൂറിൻ സ്പെസിമെൻസ്, ഏതെല്ലാം രീതിയിലുള്ള യൂറിൻ സ്പെസിമെൻസ് ആണ്, ടൈപ്സ് ഓഫ് യൂറിൻ സ്പെസിമെൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് റാൻഡം സാമ്പിൾ. യൂറിൻ സ്പെസിമെൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന യൂറിനെ കുറിച്ചാണ്. അത് പ്രധാനമായിട്ട് 3 രീതിയിലുള്ള സ്പെസിമെനുകളാണ് ഉള്ളത്. ഒന്നാമത്തത് റാൻഡം സാമ്പിൾ. റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്പെസിമെൻ കളക്റ്റഡ് അറ്റ് എനി ടൈം. പ്രത്യേകിച്ച് സമയം നോക്കാതെ, രാവിലെന്നോ ഉച്ചക്കെന്നോ ഭക്ഷണം കഴിച്ചോ കഴിക്കാതെയോ എന്നുള്ള കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കാതെ ചോദിക്കാതെ പേഷ്യന്റ് ലാബിൽ വരുന്ന സമയത്ത് ഞാൻ മുൻപ് പറഞ്ഞ യാതൊരു മാനദണ്ഡങ്ങളും നോക്കാതെ തന്നെ കളക്ട് ചെയ്യുന്ന സാമ്പിളിനെയാണ് നമ്മൾ റാൻഡം സാമ്പിൾ എന്ന് പറയുക. ഒരുപക്ഷെ പേഷ്യന്റ് ആദ്യമായിട്ട് ലാബിലേക്ക് വരുമ്പോൾ പേഷ്യന്റിനെ സംബന്ധിച്ച് ഈ യൂറിൻ കളക്ഷന് എന്തെല്ലാം നിബന്ധനകൾ വേണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ബോധ്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ പേഷ്യന്റ് വന്ന് ഉടനെ തന്നെ അയാളുടെ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുവാണെങ്കിൽ അത് റാൻഡം സാമ്പിൾ ആണ്. കാരണം പേഷ്യന്റിനോട് നമ്മൾ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഭക്ഷണം കഴിക്കണോ കഴിക്കാതിരിക്കണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെയാണ് പേഷ്യന്റ് വരുന്നതെങ്കിൽ നമ്മൾ റാൻഡം സാമ്പിൾ കളക്ട് ചെയ്യുന്നു. രണ്ടാമത് ഏർലി മോർണിംഗ് സാമ്പിൾ. ഏർലി മോർണിംഗ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാമ്പിൾ ഇൻ ദ മോർണിംഗ്, രാവിലത്തെ ആദ്യത്തെ യൂറിൻ സാമ്പിളിനാണ് നമ്മൾ ഏർലി മോർണിംഗ് സാമ്പിൾ എന്ന് പറയുന്നത്. പല പരിശോധനകൾക്കും ഏർലി മോർണിംഗ് സാമ്പിൾ ആണ് പ്രിഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനും അതേപോലെ തന്നെ ചില ഹോർമോൺ സ്റ്റഡീസിനും ഏർലി മോർണിംഗ് സാമ്പിൾ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഏർലി മോർണിംഗ് സാമ്പിൾ പ്രിഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. പേഷ്യന്റിനോട് നമ്മൾ മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഏർലി മോർണിംഗ് സാമ്പിൾ കളക്ട് ചെയ്യാൻ സാധിക്കൂ. മൂന്നാമത്തത് 24 hour സാമ്പിൾ. പേരുകൊണ്ട് തന്നെ നമുക്കറിയാം 24 മണിക്കൂർ സമയത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ പൂർണ്ണമായിട്ട് കളക്ട് ചെയ്യുക, അതിനാണ് നമ്മൾ 24 hour സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം, രാവിലെ 8 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെയുള്ള യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് 24 hour സാമ്പിൾ ആണ്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, പേഷ്യന്റിനോട് 8 മണിക്ക് ബ്ലാഡറിലുള്ള യൂറിൻ മുഴുവൻ പുറത്ത് ഒഴിച്ചു കളയാൻ ആവശ്യപ്പെടുക. അതിനുശേഷം പിറ്റേ ദിവസം 8 മണി വരെയുള്ള എല്ലാ യൂറിൻ സാമ്പിൾസും കളക്ട് ചെയ്യുക. അപ്പോഴാണ് അത് 24 hour സാമ്പിൾ ആയിട്ട് മാറുന്നത്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കിഡ്നി രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കിഡ്നി രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയറൻസ് ടെസ്റ്റുകൾ എന്ന് പറയുന്ന ടെസ്റ്റുകൾ നമ്മൾ നടത്തും. അതുപോലെ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ, യൂറിൻ ക്രിയാറ്റിൻ എസ്റ്റിമേഷൻ, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് എപ്പോഴും 24 hour സാമ്പിൾ ആണ്
പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ 24-hour യൂറിൻ ടെസ്റ്റ്, അതായത് 24 മണിക്കൂറിനുള്ളിൽ എത്രമാത്രം പ്രോട്ടീനെ പുറത്തു വിട്ടു എന്നറിയാനുള്ള 24-hour യൂറിൻ പ്രോട്ടീൻ ടെസ്റ്റ്. ഹോർമോണുകളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, 24 മണിക്കൂർ സമയത്തിനുള്ളിൽ എത്രമാത്രം മിനറൽസ് പുറത്തേക്ക് വിട്ടു, അങ്ങനെയുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് 24-hour സാമ്പിൾ ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. മെത്തേഡ്സ് ഓഫ് യൂറിൻ കളക്ഷൻ. ഇപ്പൊ നമ്മൾ 3 രീതിയിലുള്ള സാമ്പിളുകളെ കുറിച്ച് പറഞ്ഞു. ഇനി അത് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് യൂറിൻ കളക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂറിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വൈഡ് മൗത്ത്ഡ് ആയിട്ടുള്ള ഡ്രൈ ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സ് ആണ്. വൈഡ് മൗത്ത് ആയിരിക്കണം, കാരണം യൂറിൻ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈഡ് മൗത്ത് ആവശ്യമുണ്ട്, വാവട്ടം കൂടിയത് ആവശ്യമുണ്ട്. അത് ഡ്രൈ ആയിരിക്കണം, പ്രിഫറബിളി ഡിസ്പോസിബിൾ ആണ്. ഇതിൽ ഞാൻ ഓപ്ഷണൽ ആയിട്ട് സ്റ്റെറൈൽ എന്ന് കൂടി പറയുന്നുണ്ട്. സ്റ്റെറൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുവിമുക്തമാക്കിയത്. പ്രധാനമായിട്ടും നമുക്ക് കൾച്ചർ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റെറൈൽ ബോട്ടിലുകളാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി മെത്തേഡ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത് മിഡ് സ്ട്രീം സാമ്പിൾ. ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് മിഡ് സ്ട്രീം സാമ്പിൾ ആണ്. ഈ മിഡ് സ്ട്രീം സാമ്പിൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ ആ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. അതിനുശേഷം കുറച്ച് യൂറിൻ പുറത്ത് ഒഴിച്ചു കളയുക. പിന്നീടുള്ള യൂറിൻ ആവശ്യത്തിന് അളവിൽ തന്നിരിക്കുന്ന കുപ്പിയിൽ എടുക്കുക. ഇതിനാണ് നമ്മൾ മിഡ് സ്ട്രീം സാമ്പിൾ എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്, ഒന്നാമത്തത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ ക്ലീൻ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇംപ്യൂരിറ്റി, അതല്ലെങ്കിൽ കണ്ടാമിനേറ്റിംഗ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളോ സെല്ലുകളോ ഉണ്ടെങ്കിൽ അവയെ നമ്മൾ ഒഴിവാക്കുന്നു. രണ്ടാമത് കുറച്ച് യൂറിൻ, ആദ്യത്തെ യൂറിൻ പുറത്തേക്ക് ഒഴിക്കുമ്പോൾ സംഭവിക്കുന്നത് യൂറിനറി ട്രാക്റ്റിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്കുള്ള ഏതെങ്കിലും രീതിയിലുള്ള പുറമേ നിന്നുള്ള അണുക്കളോ അല്ലെങ്കിൽ കോശങ്ങളോ ഉണ്ടെങ്കിൽ അവ പുറന്തള്ളപ്പെടുന്നു. പിന്നീട് വരുന്ന യൂറിനില് യൂറിനറി ട്രാക്റ്റിലും ബ്ലാഡറിലും കിഡ്നിയിലുമുള്ള യൂറിന്റെ അതേ ക്വാളിറ്റിയുള്ള യൂറിനാണ് നമുക്ക് ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കൃത്യത കൂടാൻ വേണ്ടിയിട്ട്, കൾച്ചർ പോലെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സാമ്പിൾ എന്ന് പറയുന്നത് മിഡ് സ്ട്രീം യൂറിൻ സാമ്പിൾ ആണ്. രണ്ടാമത് കത്തീറ്ററൈസ്ഡ് സാമ്പിൾ. കത്തീറ്ററൈസ്ഡ് സാമ്പിൾ, കത്തീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ നേരിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ട്യൂബിങ്സിനെയാണ് നമ്മൾ കത്തീറ്റർ എന്ന് പറയുന്നത്. കത്തീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റെറൈൽ യൂറിൻ യൂറിനറി ബ്ലാഡറിൽ നിന്നും നേരിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കത്തീറ്ററൈസ്ഡ് സാമ്പിൾസ് പ്രിഫർ ചെയ്യുന്നില്ല. മൂന്നാമത്തെ യൂറിൻ ബാഗ് സാമ്പിൾ. ഏതെങ്കിലും രീതിയിലെ രോഗികളായിട്ടുള്ള ആളുകൾ, മൂത്രസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളുള്ള ആളുകൾ നമുക്കറിയാം യൂറിൻ ബാഗുകൾ ഉപയോഗിക്കാറുണ്ട്. ആ യൂറിൻ ബാഗുകളിൽ നിന്നും നമുക്ക് യൂറിൻ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടുള്ള യൂറിൻ കളക്ഷൻ മെത്തേഡുകൾ. ഇനി പ്രിസർവേറ്റീവ്സ്. ഈ പ്രിസർവേറ്റീവ്സ് നമ്മൾ ആവശ്യമായിട്ട് വരുന്നത് കൂടുതൽ സമയത്തേക്ക് യൂറിൻ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ്. അത് പ്രധാനമായിട്ടും 24-hour സാമ്പിൾ കളക്ട് ചെയ്യുമ്പോഴാണ്. 24 മണിക്കൂർ സമയത്തേക്ക് യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ദിവസം പൂർണ്ണമായിട്ട് ആ യൂറിൻ എക്സ്പോസ്ഡ് ആകുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ യൂറിനിൽ മറ്റ് മാറ്റങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് നമ്മൾക്ക് പിന്നീടുള്ള ടെസ്റ്റുകളെ ബാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ചില പ്രിസർവേറ്റീവ്സ് ഉണ്ട്. സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ. ആ പ്രിസർവേറ്റീവുകൾ പ്രധാനപ്പെട്ടവയാണ് ടോൾവിൻ, ഫോർമാൽഡിഹൈഡ്, ക്ലോറോഫോം, ബോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയത്തേക്ക് യൂറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇനി യൂറിൻ അനാലിസിസ് നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. ഒന്നാമത്തത് ഫിസിക്കൽ എക്സാമിനേഷൻ, രണ്ടാമത് കെമിക്കൽ എക്സാമിനേഷൻ, മൂന്നാമത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ.
ഓരോ വിഭാഗങ്ങളിലേക്കും കൂടുതൽ വിശദമായിട്ട് നമുക്ക് പോകാം. ഒന്നാമത്തത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ പരിശോധിക്കുന്നത് യൂറിന്റെ കളർ, ട്രാൻസ്പെറൻസി, സ്പെസിഫിക് ഗ്രാവിറ്റി, വോളിയം, റിയാക്ഷൻ അഥവാ pH, ഓർഡർ അഥവാ സ്മെൽ. ഓരോന്നിന്റെയും നോർമൽ യൂറിനിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. കളർ, നോർമൽ യൂറിന്റെ കളർ സ്ട്രോ അല്ലെങ്കിൽ പെയിൽ യെല്ലോ കളറാണ്. ആ കളർ കിട്ടാൻ കാരണം സ്വാഭാവിക യൂറിൽ കാണുന്ന യൂറോക്രോം എന്ന് പറയുന്ന ഒരു കളറിംഗ് ഏജന്റ് ഉണ്ട്, ഒരു ക്രോമജൻ ഉണ്ട്, യൂറോക്രോം. അതിന്റെ പ്രസൻസ് കൊണ്ടാണ് നോർമൽ യൂറിന് പെയിൽ യെല്ലോ കളർ ലഭിക്കുന്നത്. രണ്ടാമത്തെ ട്രാൻസ്പെറൻസി ആണ്. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടുന്ന ആ കഴിവിനെ നമ്മൾ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. നോർമൽ യൂറിൻ ട്രാൻസ്പെറന്റ് ആണ്, അത് ലൈറ്റിനെ പൂർണ്ണ രീതിയിൽ കടത്തിവിടുന്ന ഒന്നാണ് നോർമൽ യൂറിൻ. മൂന്നാമത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് വിത്ത് ദാറ്റ് ഓഫ് വാട്ടർ. വാട്ടറിന്റെയും ഒരു വസ്തുവിന്റെയും കൂടെയുള്ള ആ ഡെൻസിറ്റിയുടെ റേഷ്യോയ്ക്കാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി നോർമൽ യൂറിന്റെ 1.0102 to 1.025 ആണ്. പിന്നീട് വോളിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 24 hours എത്രമാത്രം യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. 24 മണിക്കൂർ സമയത്ത് നോർമൽ യൂറിൻ വോളിയം എന്ന് പറയുന്നത് 1 to 2 liters ആണ്. 1 മുതൽ 2 വരെ ലിറ്റർ. പിന്നീട് റിയാക്ഷൻ അഥവാ pH, നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആണ് pH എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. നോർമൽ യൂറിന്റെ pH അസിഡിക് pH ആണ്, അറൌണ്ട് 6. അസിഡിക് pH എന്ന് പറഞ്ഞാൽ 7 താഴെയുള്ള pH നമ്മൾ അസിഡിക് എന്നും 7 കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് ബേസിക് എന്നാണ് പറയുന്നത്. നോർമൽ യൂറിന്റെ pH വോയിഡ് ചെയ്ത് ഉടനെ തന്നെ നോക്കുകയാണെങ്കിൽ അത് അറൌണ്ട് 6 അസിഡിക് ആയിരിക്കും. അവസാനത്തായിട്ട് ഓർഡർ, സ്മെല്ല്, മണം. യൂറിന്റെ പൊതുവെയുള്ള ഒരു സ്മെല്ല്, നോർമൽ യൂറിന്റെ സ്മെല്ല് ഒരു അരോമാറ്റിക് സ്മെല്ലാണ് നോർമൽ യൂറിനുള്ളത്. അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ പെർഫ്യൂംസ്, അതിന്റെ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ് വരിക. ആ രീതിയിലുള്ള സ്മെല്ലാണ് നോർമൽ യൂറിന് കാണപ്പെടുന്നത്. നമുക്ക് ഓരോ ഫിസിക്കൽ അനാലിസിസിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ കളറിനെ കുറിച്ചാണ് നോക്കുന്നത്. കളർ ഞാൻ പറഞ്ഞു, കളർ നോർമൽ യൂറിന്റെ കളർ പെയിൽ യെല്ലോ കളറാണ് നോർമൽ യൂറിന്. അത് യൂറോക്രോമിന്റെ പ്രസൻസ് കൊണ്ടാണ്, അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. അബ്നോർമൽ കളേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒന്ന് ഡീപ്പ് യെല്ലോ കളറാണ്. ഡീപ്പ് യെല്ലോ കളർ സാധാരണ ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. ജോണ്ടിസ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ബ്ലഡില് ബൈൽ പിഗ്മെന്റ്സ് അഥവാ ബിലിറൂബിന്റെ അളവ് കൂടുന്ന ആ അവസ്ഥയ്ക്കാണ് നമ്മൾ ജോണ്ടിസ് എന്ന് പറയുന്നത്. പലപ്പോഴും ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലാണ് ജോണ്ടിസ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ യൂറിന്റെ കളർ ഡീപ്പ് യെല്ലോ ആയിരിക്കും. രണ്ടാമത് റെഡ് ടു ബ്രൗൺ കളർ. റെഡ് ടു ബ്രൗൺ കളർ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് ഹെമച്ചൂറിയ, ഹീമോഗ്ലോബിനൂറിയ എന്നീ കണ്ടീഷൻസിലാണ്. ഹെമച്ചൂറിയ എന്ന് പറഞ്ഞാൽ യൂറിനിൽ ബ്ലഡ് കാണപ്പെടുന്നതിനാണ് ഹെമച്ചൂറിയ എന്ന് പറയുന്നത്. യൂറിനിൽ ഹീമോഗ്ലോബിൻ കാണുന്നതിനാണ് ഹീമോഗ്ലോബിനൂറിയ എന്ന് പറയുന്നത്. ഈ രണ്ട് അവസ്ഥയിലും റെഡ് ടു ബ്രൗൺ കളർ ആയിരിക്കും യൂറിനിൽ കാണപ്പെടുന്നത്. മൂന്നാമത്തത് ബ്ലാക്ക് കളർ യൂറിനാണ്. അത് അൽക്കാപ്റ്റനൂറിയ എന്ന് പറയുന്ന രോഗത്തിലാണ്. ഈ അൽക്കാപ്റ്റനൂറിയ ഒരു ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആണ്. ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചില എൻസൈമുകളുടെ കുറവ് ജന്മന ഉള്ളത് കൊണ്ട് ചില അബ്നോർമൽ പ്രോഡക്റ്റുകൾ യൂറിനിലൂടെ പുറത്തേക്ക് പോകും. കാരണം നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സ് കൃത്യമായ രീതിയിൽ നിറവേറ്റാൻ ഈ എൻസൈമുകളുടെ കുറവ് നമ്മളെ തടയുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഹോമോജെന്റിസിക് ആസിഡ് ആ ഒരു കെമിക്കലാണ്. ഹോമോജെന്റിസിക് ആസിഡ് യൂറിനിൽ കൂടി പുറത്തേക്ക് പോകുമ്പോൾ യൂറിന്റെ കളർ ബ്ലാക്ക് ആയിട്ട് മാറുന്നു. ഹോമോജെന്റിസിക് ആസിഡ് യൂറിനിലൂടെ പുറത്തു പോയി കഴിയുമ്പോഴേക്കും ആ കണ്ടീഷന് നമ്മൾ പറയുന്ന പേര് അൽക്കാപ്റ്റനൂറിയ എന്നാണ്. അൽക്കാപ്റ്റനൂറിയ ഉള്ള ആ പേഷ്യന്റിന്റെ യൂറിന്റെ കളർ ബ്ലാക്ക് ആയിരിക്കും, കറുപ്പ് കളർ ആയിരിക്കും. നാലാമത്തത് മിൽക്കി കളർ.
ഈ മിൽക്കി കളർ ഉണ്ടാവാനായിട്ട് കാരണം ഫാറ്റിന്റെ അംശം യൂറിൽ കാണുന്നതാണ്. അപ്പൊ ഫാറ്റിന്റെ അംശം യൂറിൽ കാണുന്ന കണ്ടീഷൻ നമ്മൾ കൈലൂറിയ എന്നാണ് പറയുന്നത്. കൈലൂറിയ ഉള്ള പേഷ്യന്റിന്റെ യൂറിന്റെ കളർ മിൽക്കി കളർ ആയിരിക്കും. ഇനി ട്രാൻസ്പെറൻസി ആണ്. ഞാൻ പറഞ്ഞു നോർമൽ യൂറിൻ ട്രാൻസ്പെറന്റ് ആണ്. ഇനി അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. പ്രസൻസ് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയ യൂറിൻ ഉണ്ടെങ്കിൽ യൂറിൻ ടർബിഡ് ആവും, കലങ്ങിയ പോലെ ഉണ്ടാവും. അതിന്റെ നോർമൽ ക്ലിയർ ആയിട്ടുള്ള ആ ട്രാൻസ്പെറൻസി മാറിയിട്ട് കലങ്ങി പോലെ ഒരു ടർബലന്റ് ആയിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാകും. അപ്പോൾ ബാക്ടീരിയയുടെ പ്രസൻസ് ബാക്ടീരിയൂറിയ, യൂറിൻ ടർബിഡ് ആയിരിക്കും. പ്രസൻസ് ഓഫ് പ്രോട്ടീൻ, പ്രോട്ടീനൂറിയ, ധാരാളമായിട്ട് പ്രോട്ടീന്റെ അംശങ്ങൾ യൂറിനിൽ ഉണ്ടെങ്കിൽ യൂറിൻ ടർബിഡ് ആയിരിക്കും. പിന്നീട് പ്രസൻസ് ഓഫ് പസൽസ്, പഴുപ്പ്, ആ കണ്ടീഷൻ നമ്മൾ പയ്യൂറിയ എന്നാണ് പറയുക. പയ്യൂറിയ ഉണ്ടെങ്കിലും യൂറിൻ ടർബിഡ് ആയിരിക്കും. പ്രസൻസ് ഓഫ് ബ്ലഡ്, അത് നമ്മൾ ഹെമറ്റൂറിയ എന്നാണ് പറയുന്നത്. ഹെമറ്റൂറിയ ഉണ്ടെങ്കിലും യൂറിൻ ടർബിഡ് ആയിരിക്കും. പ്രസൻസ് ഓഫ് ഫോസ്ഫേറ്റ്സ് ആൻഡ് യൂറേറ്റ്സ്, ഫോസ്ഫേറ്റ് മോളിക്യൂൾസും അതുപോലെ യൂറേറ്റ്സും പലപ്പോഴും ക്രിസ്റ്റൽസ് ആയിട്ടാണ് കാണുക. ആ ക്രിസ്റ്റൽസിന്റെ പ്രസൻസിലും യൂറിൻ ടർബിഡ് ആയിരിക്കും. അപ്പൊ നോർമലി ട്രാൻസ്പെറന്റ് ആണ്. ഈ പറയുന്ന കണ്ടീഷൻസ്, പ്രധാനമായിട്ട് ഈ 5 കണ്ടീഷൻസിൽ യൂറിൻ ടർബിഡ് ആയിട്ട് മാറാറുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി, എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി, നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി 1.010 മുതൽ 1.025 വരെയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്ന കണ്ടീഷൻസ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയുകയോ അല്ലെങ്കിൽ കൂടുതൽ ജലാംശം ശരീരത്തിൽ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിർജ്ജലീകരണത്തിനാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി വർദ്ധിക്കുന്നു. രണ്ടാമത് ഡയബറ്റിസ് മെലിറ്റസ്, പ്രമേഹ രോഗം. പ്രമേഹ രോഗത്തിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മൂത്രത്തിൽ കൂടി ധാരാളം അളവിൽ ഗ്ലൂക്കോസ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട്, സോളിഡ്സിന്റെ അളവ് കൂടുന്നത് കൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നു. മൂന്നാമത് അഡ്രീനൽ ഇൻസഫിഷ്യൻസി. അഡ്രീനൽ ഗ്രന്ഥിയെ കുറിച്ച് നമുക്കറിയാം. ഈ അഡ്രീനൽ ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ഇൻസഫിഷ്യൻസി കൊണ്ട്, ശരിയായ രീതിയിൽ പ്രവർത്തനം നടക്കാതെ വരുമ്പോൾ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നതായി കാണപ്പെടുന്നു. കുറയുന്ന കണ്ടീഷനാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നത്. ഒന്ന് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. നമുക്ക് അറിയാവുന്നത് പോലെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ആന്റി ഡയയൂറിറ്റിക് ഹോർമോൺ ADH, ആ ADH ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട്, കുറവ് കൊണ്ട് ധാരാളം അളവില് യൂറിൻ കൂടി ജലത്തിന്റെ അംശം, വെള്ളത്തിന്റെ അംശം കൂടുതലായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ആ രീതിയിൽ പുറത്തു പോകുമ്പോഴത്തേക്കും സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നതായിട്ട് കാണാം. പിന്നീടുള്ളത് ക്രോണിക് റീനൽ ഡിസീസുകളാണ്. റീനൽ ഡിസീസിന്റെ കാര്യം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, അതിന് തുടക്ക സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി കുറച്ച് കൂടാനും പിന്നീട് കുറഞ്ഞു വരാനും അവസാനം ഒരു പ്രത്യേക പോയിന്റിലെത്തി അത് ഫിക്സ് ചെയ്യാനുമാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് ക്രോണിക് ആയിട്ട് ഉള്ള റീനൽ ഡിസീസുകളിലാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നത്. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് അളക്കാനുള്ള ഉപകരണം യൂറിനോമീറ്റർ അല്ലെങ്കിൽ റിഫ്രാക്ടോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ പറ്റും. യൂറിനോമീറ്റർ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും. ലാക്ടോമീറ്റർ കാണാറുണ്ടല്ലോ, പാലിന്റെ ഡെൻസിറ്റി അളക്കുന്ന ലാക്ടോമീറ്റർ. ഏകദേശം അതിന് സമാനമായിട്ടുള്ള ഒരു ഉപകരണമാണ് യൂറിനോമീറ്റർ. അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ റിഫ്രാക്ടോമീറ്റർ. റിഫ്രാക്ടോമീറ്ററിൽ പ്രധാനമായിട്ടും യൂറിനിൽ കാണപ്പെടുന്ന സോളിഡ് കണ്ടൻസിന്റെ അളവ് മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്ന കണ്ടീഷൻസും കുറയുന്ന കണ്ടീഷൻസും. വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞാൽ യൂറിന്റെ അളവ്. ഞാൻ പറഞ്ഞു 24 ഹവറിൽ ശരീരം പുറത്തുവിടുന്ന യൂറിന്റെ അളവിനെയാണ് നമ്മൾ യൂറിൻ വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ 1 to 2 ലിറ്റേഴ്സ് ആണ്. ഇപ്പൊ ഒരു 3 ലിറ്ററോ അതിൽ കൂടുതലോ യൂറിൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടീഷന് പോളിയൂറിയ എന്നാണ് പറയുക. ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, യൂറിന്റെ പുറത്തേക്കുള്ള വരവ് കൂടുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പോളിയൂറിയ എന്ന് പറയുന്നു. പോളിയൂറിയ പ്രധാനമായിട്ടും ഡയബറ്റിസ് മെലിറ്റസ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നീ രോഗങ്ങളിലാണ് പോളിയൂറിയ കാണുക. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലോ വളരെയധികം വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ യൂറിന്റെ ഔട്ട്പുട്ട് കൂടും. അതിനെ നമുക്ക് പോളിയൂറിയ എന്ന് തന്നെ പറയാം. പക്ഷെ രോഗാവസ്ഥയിൽ പോളിയൂറിയ സംഭവിക്കുന്നത്
ഡയബറ്റിസ് മെലിറ്റസ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നിവയിലാണ്. രണ്ടാമത്തെ ഒളിഗൂറിയ, യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നു. ഈ 2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്ററിന് പകരം 500 ml കുറവ് വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷന് നാം പറയുന്ന പേരാണ് ഒളിഗൂറിയ. ഒളിഗൂറിയ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് റീനൽ ഫെയിലിയർ, ബേൺസ്, പൊള്ളല്, വൊമിറ്റിംഗ്, ഛർദി, ഈ സാഹചര്യങ്ങളിലാണ് ഒളിഗൂറിയ പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. റിനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കിഡ്നി രോഗങ്ങളുടെ ഒരു അവസാന അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ അതിനെ റീനൽ ഫെയിലിയർ എന്നാണ് പറയുക. അതുപോലെ പൊള്ളലേറ്റ് കഴിഞ്ഞാലും അനിയന്ത്രിതമായിട്ട് ഛർദി സംഭവിച്ചാലും ഒളിഗൂറിയ, യൂറിന്റെ അളവ് 500 ml കുറയുന്ന അവസ്ഥ സംഭവിക്കാം. പിന്നീടുള്ളത് എന്യൂറിയ ആണ്. എന്യൂറിയ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ടോട്ടൽ ആബ്സെൻസ് ഓഫ് യൂറിൻ, യൂറിന്റെ അളവ് നമുക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയ ഒരു അവസ്ഥ. അത് 50 ml കുറവാണ്, ഒരു ദിവസം ആകെ ഉണ്ടാകുന്ന യൂറിന്റെ അളവ് 50 ml കുറവാണെങ്കിൽ നമ്മൾ അതിന് എന്യൂറിയ എന്ന് പറയുന്നു. സ്നേക്ക് ബൈറ്റിൽ, പാമ്പ് കടിച്ചാൽ സംഭവിക്കാം. അതുപോലെ വളരെ ഗുരുതരമായ കിഡ്നി രോഗങ്ങളിലും എന്യൂറിയ എന്ന് പറയുന്ന അവസ്ഥ സംജാതമാകാം. ഇനി pH അഥവാ റിയാക്ഷൻ ആണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, നോർമൽ യൂറിന്റെ pH 6 ആണ്, അറൗണ്ട് 6 എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്. ഇനി ആൽക്കലൈൻ ആയിട്ട് യൂറിൻ ചില സമയത്ത് മാറാറുണ്ട്. ആ കണ്ടീഷൻസ് ഒന്ന് യൂറിനറി ഒബ്സ്ട്രക്ഷൻ, രണ്ടാമത് ക്രോണിക് റീനൽ ഫെയിലിയർ. യൂറിനറി ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിനറി ട്രാക്റ്റില് അല്ലെങ്കിൽ യൂറിറ്റേഴ്സിലോ ഏതെങ്കിലും സ്ഥലത്തുള്ള തടസ്സം കൊണ്ട് യൂറിന്റെ വരവ് തടസ്സപ്പെട്ടു പോവുക, അതിനാണ് നമ്മൾ യൂറിനറി ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുക. അതേപോലെ ക്രോണിക് റീനൽ ഫെയിലിയർ, ഈ 2 അവസ്ഥയിലും യൂറിന്റെ pH ആൽക്കലൈൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അസിഡിക് യൂറിൻ, അസിഡിക് എന്ന് പറഞ്ഞാൽ നോർമലിനേക്കാൾ വീണ്ടും pH കുറഞ്ഞ് കൂടുതൽ അസിഡിക് ആയിട്ട് മാറിയത്, അതാണ് നമുക്ക് അബ്നോർമൽ എന്ന് പറയാൻ പറ്റൂ. അത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും 2 അവസ്ഥകളിലാണ്. ഒന്ന് മെറ്റബോളിക് അസിഡോസിസ്. മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് അതിന്റെ ഒരു ഡിറേഞ്ച്മെന്റ് കൊണ്ട് pH ക്രമാതീതമായിട്ട് കുറഞ്ഞു പോവുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിന്റെ pH കുറവായിരിക്കും, അത് അസിഡിക് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതുപോലെ അൺകൺട്രോൾഡ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസ് എന്താണെന്ന് നമുക്കറിയാം, പ്രമേഹ രോഗം. അത് കൺട്രോളിൽ അല്ലാതെ പോയി കഴിഞ്ഞാൽ, അൺകൺട്രോൾഡ് അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ pH കുറഞ്ഞു വരും, അത് അസിഡോസിസ് സംഭവിക്കും. ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്നാണ് നമ്മൾ ആ അവസ്ഥയ്ക്ക് പറയുക. ആ അവസ്ഥയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിനും അസിഡിക് ആയിരിക്കും. അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് അസിഡിക് യൂറിൻ അബ്നോർമൽ ആയിട്ട് ഫോം ചെയ്യാനുള്ള സാധ്യതകൾ. യൂറിന്റെ pH നോക്കാൻ വേണ്ടിയിട്ട് നാം pH പേപ്പറുകൾ ഉപയോഗിക്കും. pH പേപ്പറുകൾ, വിവിധ റേഞ്ചിലുള്ള pH പേപ്പറുകൾ അവൈലബിൾ ആണ്. ആ pH പേപ്പർ കൊണ്ട് യൂറിന്റെ pH നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. pH മീറ്റർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചും യൂറിന്റെ pH ചെക്ക് ചെയ്യാൻ പറ്റും. അവസാനമായിട്ട് ഓഡർ അഥവാ സ്മെല്ല്. നോർമൽ യൂറിന്റെ സ്മെല്ല് ഞാൻ പറഞ്ഞു അരോമാറ്റിക് സ്മെല്ലാണ്. അരോമാറ്റിക് സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്മെല്ല്, അരോമാറ്റിക് സ്മെല്ല്. അതിന് മാറ്റം വരാവുന്ന ഒന്ന് പ്യൂട്രിഡ്, ഫൗൾ സ്മെൽ, വളരെ മോശപ്പെട്ട മണം ഉണ്ടാകുന്ന ഒരവസ്ഥ. നമുക്ക് ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെല്ല്, അസഹനീയമായ രീതിയിലുള്ള മണം ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതിനൊരു കാരണം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ്. യൂറിനറി ട്രാക്റ്റില് നമ്മളുടെ യൂറിത്രയിലും അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, പ്രധാനമായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. അപ്രകാരം ഇൻഫെക്ഷൻസ് ഉള്ള യൂറിൻ പുറത്തു വന്ന് താമസിയാതെ തന്നെ ആ യൂറിനിൽ ബാക്ടീരിയകൾ പെരുകുകയും വളരെ ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെൽ ഉണ്ടാകുകയും ചെയ്യാം. അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാവും, പസലുകളും അതുപോലെ അതിന്റെ അവശിഷ്ടങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഫൗൾ സ്മെല്ല് ഉണ്ടാകുന്നത്. രണ്ടാമതൊരു കണ്ടീഷൻ ഫ്രൂട്ടി സ്മെല്ലാണ്. ഫ്രൂട്ടി സ്മെൽ എന്ന് പറഞ്ഞാൽ പഴങ്ങളുടെ മണം. അത് സംഭവിക്കുന്ന കീറ്റോണിയൂറിയ എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. കീറ്റോണിയൂറിയ എന്ന് പറഞ്ഞാൽ കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്ന ചില മോളിക്യൂളുകൾ യൂറിനിൽ കാണുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ കീറ്റോണിയൂറിയ എന്ന് പറയുന്നത്. ഈ കീറ്റോണിയൂറിയ പ്രധാനമായിട്ടും സിവിയർ ആയിട്ടുള്ള അൺകൺട്രോൾഡ് ഡയബറ്റിസ് മെലിറ്റസിലാണ് കീറ്റോൺ ബോഡീസ് ബ്ലഡിൽ പിന്നീട് യൂറിനിൽ കാണപ്പെടുക. ആ കീറ്റോൺ ബോഡീസ് കാണപ്പെടുന്ന യൂറിനിൽ കീറ്റോണിയൂറിയ എന്ന് പറയുന്ന അവസ്ഥയിൽ യൂറിന് ഒരുതരം ഫ്രൂട്ടി സ്മെല്ലാണ്
കാണപ്പെടുന്നത്. ഇപ്പൊ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിനിൽ വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോന്നിന്റെയും നോർമൽ കണ്ടീഷൻസും അബ്നോർമൽ കണ്ടീഷൻസും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക.